മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ ഉറ്റവരായ 50ഓളം പേരെ നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് കോഴിക്കോട് ഓമശ്ശേരിയിലെ ഖനീഫയും കുടുംബവും. ചിലരുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ മറ്റു ചിലർ കാണാമറയത്താണ്. വർഷങ്ങൾക്ക് മുൻപ് ചൂരൽമലയിൽ നിന്ന് കോഴിക്കോട് എത്തിയതാണ് ഖനീഫ. മറവി രോഗം വല്ലാതെ വലയ്ക്കുന്നുണ്ട് ഹനീഫയെ. രോഗം അനുഗ്രഹമായെന്ന് ഭാര്യ ഖദീജ ചിന്തിച്ചു കാണണം. അല്ലെങ്കിൽ എങ്ങനെ താങ്ങാനാണ് ഉറ്റവരായ 50ഓളം പേരുടെ വിയോഗം. ഒരു പെരയിൽ 11 ആൾ നഷ്ടപ്പെട്ടു. ഒരു പെരയിൽ അതിൻ്റെ ആങ്ങളുടെ ഓളും മക്കളും എല്ലാം ഉണ്ട്. പിന്നെ ഒരു പെരയിൽ എൻ്റെ ആങ്ങളി വേറെ ഒരു വാപ്പി, പിന്നെ നാസർ എന്ന് പറയും, നാസറും പിന്നെ റൂവിയ കഴിച്ചിലായിപ്പോയി. എൻ്റെ മോനുണ്ടായിന്, അതും നഷ്ടപ്പെട്ടു. എൻ്റെ ഏട്ടത്തിൻ്റെ മരുമകളും നഷ്ടപ്പെട്ടു. അവിടെ വളർന്ന് കിടക്കണം. ഇന്നലെ പറഞ്ഞത് വാപ്പൻ്റെ ഒക്കെ പോയി എന്ന് പറഞ്ഞിട്ടപ്പോൾ. വർഷങ്ങൾക്ക് മുൻപ് ചുരമിറങ്ങിയതാണ് ഹനീഫയും ഭാര്യ ഖദീജയും. ജോലി തേടിയെത്തിയ ഉറ്റവരെല്ലാം ചൂരൽമലയിലും മുണ്ടക്കയിലുമായി തുടർന്നു. ഒടുവിൽ ഒരു നാൾ കുതിച്ചെത്തിയ മലവെള്ളം അവരെയെല്ലാം കവർന്നു. അവശേഷിച്ചത് നഷ്ടപ്പെടലിൻ്റെ നീറുന്ന ഓർമ്മകൾ മാത്രം. ഞങ്ങൾ ഇങ്ങോട്ട് മാറിയതാണ്. മാറിയതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടും വരും പോവുകയൊക്കെ ചെയ്യും. അവരെന്നെ കാര്യമായിട്ടില്ലത് ഞങ്ങൾക്കില്ലത്. മക്കളൊക്കെ ഞങ്ങൾക്കില്ലത്. ഏട്ടൻ്റെ മക്കളും ഉമ്മാൻ്റെ മക്കളും എല്ലാം അവരെന്നെ ഞങ്ങളെ നോക്കലൊക്കെ. അവരെല്ലാവരും അടുക്കി പോയി. മുണ്ടക്കയിൽ എസ്റ്റേറ്റ് ജീവനക്കാരനായിരുന്നു ഹനീഫ. 17 വർഷം മുൻപാണ് ഓമശ്ശേരിയിലേക്ക് മാറിയത്. പ്രിയപ്പെട്ടവരെ ഇനി കാണാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ നടുക്കത്തോടെ നിൽക്കുകയാണ് ഈ കുടുംബം. കോഴിക്കോട് നിന്ന് രജീഷ് കരിവെള്ളൂരിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24.